വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. സോ വളരെ മിനിമലായിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മിനിമലായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് മോയ്സ്ചറൈസറാണ് ചെയ്യുന്നത്. സോ പ്ലമ്മിൻ്റെ നൈസിനമൈഡ് റൈസ് വാട്ടർ മിക്സ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാട്ടോ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് ഒരു പ്രൈമറാണ് എടുത്തിട്ടുള്ളത്. 3-in-1 ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ്. ഇതെല്ലാം വളരെ വാട്ടർ ബേസ്ഡ് ആയിട്ടും കളർലെസ് ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബട്ട് നല്ല പ്രൈമറാട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈമറാണ്. മുഖത്തിൻ്റെ പോസൊക്കെ ഷ്രിങ്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഇത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിൻ ഫിനിഷ് തരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ പ്രൈമർ ആയിക്കോട്ടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ആക്ച്വലി ഇത് രണ്ടും ബ്രൈറ്റ്സിൽ യൂസ് ചെയ്യാറുള്ളതാണ്. ഫേസിന് നല്ലൊരു ഫിനിഷ് ആട്ടോ ഈ രണ്ട് പ്രൈമർ ആയിക്കോട്ടെ മോയ്സ്ചറൈസർ നമുക്ക് തരുന്നത്. പിന്നീട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ഞാൻ ഐബ്രോസ് അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് ഫില്ല് ചെയ്യാറില്ല, വളരെ ലൈറ്റായിട്ടാണ് ഫില്ല് ചെയ്യാറുള്ളത്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാട്ടോ ഫില്ല് ചെയ്യണത്. ആൻഡ് ഓൾസോ എൻ്റെ ത്രെഡിങ് ഒന്നും ഞാൻ തീരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഐബ്രോസ് എല്ലാം ഒന്ന് നീറ്റ് ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓൾസോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെറുതായി സ്മൈൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സെൽഫ് തോട്ടായിരുന്നു, ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനായല്ലോ, ഇപ്പോൾ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത്. ബട്ട് അറ്റ് ദ റൈറ്റ് ടൈം റൈറ്റ് പൊസിഷനിൽ നിങ്ങളൊക്കെ സപ്പോർട്ടോട് കൂടി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം കേട്ടോ. എപ്പോഴും നിങ്ങൾ എന്നെ കീപ്പ് ഓൺ സപ്പോർട്ടിങ് ചെയ്യണം. നെക്സ്റ്റ് നമ്മളൊരു അണ്ടർ ഐ കൺസീലിംഗാണ് ചെയ്യണം. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ അണ്ടർ ഐ എപ്പോഴും കൺസീൽ ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് ഞാനൊരു മിനിമൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളക്ടറൊന്നും ചെയ്യാതെ ജസ്റ്റ് വെറുതെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കണുള്ളൂ. കാരണം കളർ കളക്ടേഴ്സ് യൂസ് ചെയ്തൊരു ഹെവി ലുക്കിലേക്ക് പോവണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ വെറുതെ കൺസീൽ ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഡാബ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും ഹാൻഡ് വെച്ചിട്ട് ഡാബ് ചെയ്യാറ്. തീരെ സ്പഞ്ചസ് യൂസ് ചെയ്യൽ വളരെ കുറവാണ്. എനിക്കതാട്ടോ ഭയങ്കര കംഫർട്ടായിട്ടുള്ളത്. ഞാൻ പിന്നെ മാക്സ് ഫാക്ടറിൻ്റെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട്, ആക്ച്വലി കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അണ്ടർ ഐസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഓവറോൾ ഫേസിലൊന്ന് BB ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് മാക്സ് ഫാക്ടറിൻ്റെ എൻ്റെ ഷെയ്ഡിൻ്റെ തന്നെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിങ്ഡ് ആയിട്ടുള്ള ഐലൈനിങ് വിത്ത് ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു വിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ സെൽഫ് മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിങ് ലാസ്റ്റാണ് ചെയ്യാറ്, ഐ മേക്കപ്പൊക്കെ. ബട്ട് ബ്രൈഡ്സിലൊക്കെ ചെയ്യണ സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഐ മേക്കപ്പിൽ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യാറ്. എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ലാസ്റ്റാണ് ഐ ലൈനിങ് ചെയ്യാറ്. ഒരു വിങ്ഡ് ആയിട്ടുള്ള ഐലൈനറാണ്. അറ്റ് ദി എൻഡിൽ കുറച്ചൊരു ഹൈ എൻഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് ചെയ്യണത് കേട്ടോ. മസ്കാര മസ്റ്റാട്ടോ. എവിടെ പോവുകയാണെങ്കിലും ലിപ്സ്റ്റിക്കും മസ്കാരയും മസ്റ്റാണ്. ബിക്കോസ് ഇറ്റ് ഗീവ് എ നാച്ചുറൽ ഫീൽ ആൻഡ് ഓൾസോ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലുക്ക് തരാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണ രണ്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു. ഒന്ന് ലിപ്സ്റ്റിക്കോ ഒന്ന് മസ്കാര തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് ഈ രണ്ട് പ്രൊഡക്ട്സ് തന്നെയാണ്. ഭയങ്കരമായിട്ട് ഐ പോപ്പപ്പ് ചെയ്ത് നിൽക്കാനായിക്കോട്ടെ നല്ലതാണ് മസ്കാര യൂസ് ചെയ്യണത്. സോ ഞാൻ ജസ്റ്റ് മസ്കാര ഒക്കെ നന്നായി ആക്ച്വലി ഞാൻ ലിപ്പ് ലൈനിങ് ആട്ടോ ചെയ്യണത്. ഒരു പീച്ച് ഷെയ്ഡിലുള്ള ഒരു റാൻഡം ആയിട്ടുള്ള ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ട്ലൈനിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് പോപ്പപ്പ് ആയിട്ട് ലിപ്പ് നിൽക്കണമെന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ലൈനിങ് ചെയ്യണത്. അതിനുശേഷം ഒരു ഓറഞ്ച് ടു പീച്ച് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേസിനൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക്. സോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ ആ കളർ വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ആക്ച്വലി ലിപ് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ആക്സസറീസൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ജിംക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കാണാൻ. ഞാൻ റാൻഡമായിട്ട് ഗുരുവായൂർ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്തതാണ്. എനിക്ക് കുറച്ച് ജിംക കളക്ഷൻസ് ഉണ്ട് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടോ. നിങ്ങൾക്ക് ഈ ജിംക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ നമ്മൾ ഔട്ട്ഫിറ്റ് ആക്ച്വലി സാരി ആട്ടോ. സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ സാരി വിത്ത് ജിംക ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, എല്ലാ ഗേൾസിനും ഇഷ്ടമുള്ളതായിരിക്കും. സോ ഞാനും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ആഫ്റ്റർ ലുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്.